ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ ചാനൽ വിട്ടിരിക്കുന്നത് സുജയ പാർവതിയാണ്. താൻ എന്താ വിചാരിച്ചേ? ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നോക്കി ഞാൻ ഇവിടെ കഴിയുന്നു വിചാരിച്ചോ? തന്റെ ഈ കോപ്പിലെ ജോലി ഞാൻ രാജിവെച്ചേക്കണം. സുജയ പാർവതി റിപ്പോർട്ടർ വിടുന്നു, ബിഗ് ടിവിയിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. വൈ ബിഗ് ടിവി? കാര്യങ്ങളൊക്കെ ചുരുക്കി അങ്ങോട്ട് പറയാം. വാ. സുജയ പാർവതിയുടെ വരവ് നിസ്സാരമായല്ല. മലയാളത്തിലെ ആദ്യത്തെ വനിതാ ടെലിവിഷൻ ചീഫ് എഡിറ്ററായാണ്. ഇവിടെ ഞാനൊരു കലക്ക് കലക്കും എന്റെ കറവേട്ടാ. ഗോപികൃഷ്ണ, കണ്ണപ്പമാവ വന്നിരിക്കണോ? ആരടാ അവളൊന്ന്? ഞാനാ ഉണ്ണി. അപ്പൊ പിന്നെ ഞാനാരാ? ഇത് ഞാനാ സുന്ദരൻ. സുമാരനൊക്കെ തടിച്ച് കൊഴുത്തുരുണ്ട് കറുത്ത കരിമന്തി പോലെയായി. എന്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പൊ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. വലിയ തരത്തിലുള്ള ട്രോളുകൾ വരുന്ന സമയത്താണല്ലോ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം എപ്പോഴും സക്സസ്ഫുൾ ആകാറുള്ളത്. അത്തരത്തിലൊരു പരീക്ഷണം നടത്തിയതാണ് പുതിയ ന്യൂസ് ചാനലായിട്ടുള്ള ബിഗ് ടിവി. സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. സുജയ പാർവതിയെ ഒരു ബ്രൗൺ മേക്കപ്പിൽ ഇറക്കിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ ബോഡി ഷെയ്മിങ്ങുമായി എത്തി. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇവർ നേടിയെടുത്തത് 4 ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെയാണ്. നീ കുറെ നേടുന്നുണ്ടല്ലോ. ബിഗ് ടിവിയിലെ പ്രധാന അവതാരികയായിട്ടുള്ള സുജയ പാർവതി ആണല്ലോ കഴിഞ്ഞ 1-2 ദിവസത്തെ സോഷ്യൽ മീഡിയയിലെ പ്രധാന ട്രോൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതെന്തിനാ പറയണ ചങ്ങാതി? ഇന്നലെ എവിടെ നോക്കിയാലും സുജയ പാർവതിയുടെ ട്രോള് മാത്രമായിരുന്നു. കാരണം അമ്മാതിരി ഹൈപ്പ് കൊടുത്തിട്ടാണ് ആശാത്തി റിപ്പോർട്ടർ ടിവിയിൽ നിന്നും ബിഗ് ടിവിയിലേക്ക് പോയത്. എല്ലാ ബന്ധങ്ങളും അറുത്തെറിഞ്ഞിട്ട് വന്നവളാണ്. ഒരു മകനെ പോലെ ഹരി ഉണ്ടാവണം. ഞാൻ ബിഗ് ടിവിയിൽ ചെന്ന് ആനാക്കും ചേനാക്കും ഒരുത്തുന്നൊക്കെ പറഞ്ഞു പോയ ആളാണ്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? പക്ഷെ അവിടെ പോയതിനു ശേഷം കാണുന്ന കാഴ്ച എന്താണ്? ലിറ്ററലി ഈ പറയുന്ന സുജയ പാർവതി ഒരു കോമാളിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ വരെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാത്ത അരവിന്ദാക്ഷൻ സാറിന്റെ സ്റ്റാറ്റസ് ഉയർത്തിയാരെന്നറിയോ? ഈ ഞാൻ എന്റെ പടവാൾ. ഞാൻ പോകുന്നു. ബൈ ബൈ.